ആലപ്പുഴ ജില്ലയിലെ ദേവികുളങ്ങര പഞ്ചായത്തിൽ CPM നേതാവിന്റെ നേതൃത്വത്തിൽ ഭൂമി കയ്യേറ്റം. ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സജീവനെതിരെയാണ് ആരോപണം. സജീവന്റെ ഭാര്യയുടെ പേരിലുള്ള 50 സെന്റ് സ്ഥലത്തിനൊപ്പം കായലും കരയും ചേർന്ന് 77 സെന്റ് സ്ഥലം കൂടി കയ്യേറി എന്നതാണ് പരാതി. CPM ഭരിക്കുന്ന ദേവികുളങ്ങര പഞ്ചായത്ത് കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന് BJPയും കോൺഗ്രസും ഒരുപോലെ ആരോപിക്കുന്നുമുണ്ട്. ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ സജീവന്റെ ഭാര്യ വിമലയുടെ പേരിൽ ദേവികുളം പഞ്ചായത്തിലെ 12ാം വാർഡിൽ കിളിമുക്കേൽ കടവിൽ 50 സെന്റ് ഭൂമിയുണ്ട്. ഇതിനോട് ചേർന്നുള്ള പഞ്ചായത്ത് പുറമ്പോക്കും കായലുമടക്കം 77 സെന്റ് കൂടി കയ്യേറിയെന്നാണ് ആരോപണം. ഈ പഞ്ചായത്തിൽ പല സ്ഥലത്തും കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ നിരന്തരം പരാതിപ്പെട്ടിട്ട് പോലും അതിന് ഒരു നടപടിയെടുക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെല്ലാം അനുവാദം കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. സ്വന്തം പേരിലുള്ള 50 സെന്റും കയ്യേറിയ 77 സെന്റുമടക്കം 1 ഏക്കർ 21 സെന്റ് സ്ഥലം ഡ്രീംസ്കേപ്പ് എന്ന ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന് ഒരു വർഷത്തേക്ക് സജീവന്റെ ഭാര്യ വിമല ഒപ്പിട്ട് കരാർ കൈമാറി. എന്നാൽ സ്വന്തം പേരിലുള്ള 50 സെന്റിനൊപ്പം ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ മറവിൽ പുറമ്പോക്ക് ഭൂമി കൂടി അനധികൃതമായി കയ്യേറി ഇവർ ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുകയാണെന്നും CPM ഭരിക്കുന്ന ദേവികുളങ്ങര പഞ്ചായത്ത് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും കോൺഗ്രസും ആരോപിക്കുന്നു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് അവിടെ ആവശ്യമുണ്ടോ അതെല്ലാം നടത്തിയെടുക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം തന്നെയാണ്. അതിനാണ് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും CPMകാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അതിന് കൂട്ടുനിന്ന് ആ പ്രവർത്തനങ്ങൾക്ക് അവിടെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവാദ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ ഡ്രഡ്ജിംഗ് നടത്തിയപ്പോൾ ലഭിച്ച ഏകദേശം 4 ലക്ഷം രൂപ വിലയുള്ള മണ്ണ് ഉപയോഗിച്ചാണ് ഇവിടം നികത്തിയത്. കായൽ കയ്യേറ്റത്തിനെതിരെ BJPയും കോൺഗ്രസും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും CPMന്റെ ഒത്താശയോടെയാണ് കായൽ കയ്യേറ്റം അടക്കം നടത്തുന്നതെന്നും BJPയും ആരോപിച്ചു. സജീവന്റെ ഭാര്യ എന്നുള്ള ഒരു വ്യക്തി മാത്രമല്ല, ഇതിനകത്ത് ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമിനകത്ത് CPMന്റെ അറിയപ്പെട്ട നേതാക്കളാണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. അതോടൊപ്പം ലഹരി കടത്തും അതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ധാരാളം പണം സമ്പാദിച്ചിട്ടുള്ള ആളുകളും കൂടി ഇതിനകത്ത് ബിനാമി പാർട്ട്ണർമാരാണ്. കായൽ കയ്യേറി നികത്തിയെടുത്ത സ്ഥലത്ത് പുതുവർഷത്തലേന്ന് കോക്ടെയിൽ പാർട്ടിയും ടിക്കറ്റ് വെച്ചുള്ള നിശാ പാർട്ടിയും നടത്താനാണ് നീക്കം. അതേസമയം BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമിയിലേക്ക് പ്രതിഷേധ മാർച്ചടക്കം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ജനം, ആലപ്പുഴ.